കുടജാദ്രിയുടെ ഏറ്റവും മുകളിലാണുള്ളത്. ഇനി 1.5 കിലോമീറ്റർ കയറ്റമാണ്. അതിനിടയിൽ നല്ല വന. ഇവിടെ നിന്ന് സൗജന്യമായിട്ട് തരുന്നതാണ്. സമയം എത്രയാണ് ഡോക്ടറെ? 1:40 ഉച്ചയ്ക്ക്. ഇത് കണ്ടോ, സമയം അറിയില്ല, സ്ഥലവും അറിയാൻ പറ്റില്ല. വല്ലാത്ത കാഴ്ച. ഇതാണ് ആകെയുള്ളൊരു വഴി. കണ്ടോ, ഇതുവഴിയാണ് കയറുന്നത്. ചെങ്കുത്തായ കയറ്റം എന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥലമേ ഉള്ളൂ. ഏകദേശം ടോപ്പെത്തി. ഇനി ഒരു 2-3 മിനിറ്റ് അവിടത്തേക്ക് പോവാണ്. ഒന്നും കാണാനില്ല, കോടമഞ്ഞുകൊണ്ട് ഒരു വക കാണാനില്ല. നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും അധികം ആത്മസംതൃപ്തി അല്ലെങ്കിൽ നിർവൃതി, അങ്ങനെയൊക്കെ പറയാം, വാക്കുകളില്ല. അതിനപ്പുറമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. കുടജാദ്രിയുടെ ഏറ്റവും മുകളിലുള്ള ആദി ശങ്കരാചാര്യർ, ലോകമഹാഗുരു തപസ് ചെയ്ത ഇടം. ദേവിയെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ എത്തുക എന്നുള്ളത് അതികഠിനമാണ്, ഘോരമാണ്, തീവ്രമാണ്. പക്ഷെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്ന ഒരിടം. കാടും പ്രകൃതിയും നമ്മളെല്ലാം ഒരു മുത്തുമാലയിലെ കണ്ണികളാണെന്ന് മനസ്സിലാക്കുന്ന ആ ഗുഹയുടെ പിറകുവശം. ഇത്രയും കാലത്തിന് പിറകിലോട്ട് നമ്മളെ ഇങ്ങനെ ആ ഓർമ്മകൾ, അതൊന്നും ഓർക്കാൻ അല്പം പോലും യോഗ്യത നമുക്കില്ലെങ്കിലും ഈ ശങ്കരാചാര്യർ എന്ന ഒരു മഹാതപസ്സി, മഹാജ്ഞാനി, അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്താൽ പുണ്യമായ ഭൂമി, അദ്ദേഹം തപസ് ചെയ്ത ഇടം, അവിടെ ഒന്ന് എത്താൻ കഴിഞ്ഞത്, അതൊന്ന് കാണാൻ കഴിഞ്ഞത്, അവിടുത്തെ കാറ്റും അവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കുവാൻ കഴിഞ്ഞത് ജന്മ സൗഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നവരാണ്, ഒരു നാട്ടുകാരല്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണ്. പക്ഷേ സർവജ്ഞ പീഠത്തിൽ ഞങ്ങളുടെ ചിന്തകളും ഭാവനകളും വിശ്വാസവും എല്ലാം ഒന്നായി മാറി. അദ്വൈതത്തിൻ്റെ അനർഘ സൂക്തങ്ങൾ കാലത്തിനും ലോകത്തിനുമേകിയ മഹാഗുരു, ജ്ഞാനപീഠം കയറിയ അറിവിൻ്റെ മഹാനിഷ്കുംഭം, സാക്ഷാൽ ആദിശങ്കരൻ ശങ്കരാചാര്യർ, ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന അത്ഭുതാത്മാവ്, അദ്ദേഹം ജ്ഞാനപീഠം കയറിയ പവിത്ര സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്.